ഡോക്ടർമാരെ സ്ഥലം മാറ്റിയിരുന്നു. DMO പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, കാരണം അവർ ചെയ്യണമല്ലോ, എന്താ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അവരെ കണ്ടു. അവരെ കണ്ടപ്പോൾ പറഞ്ഞ മറുപടി, ഈ ട്രാൻസ്ഫറൊന്നും അതുമായി ബന്ധപ്പെട്ടതല്ല, ഈ ജനറൽ ആശുപത്രി മാറ്റുന്ന ഒരു നടപടിയെക്കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. 3 മാസം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വീണ്ടും പത്രം കൂടെ ഞങ്ങൾ കാണുന്നത് പിന്നെ ഇത് മാറ്റാൻ പോകുന്നു. അത് താനൂർക്ക് പറയാൻ പോകുമ്പോൾ എന്താ വെച്ചാൽ അവിടെ മിനിസ്റ്ററാണ്, താനൂരിൽ മിനിസ്റ്ററാണ്. അപ്പോൾ മിനിസ്റ്റർക്ക് നല്ല സ്വാധീനം ഉണ്ടാവും, മാറ്റുമെന്നൊരു ആശങ്ക. ജനറൽ ആശുപത്രിൻ്റെ ഗുണം ഇപ്പോൾ ഞാൻ പറയണ്ടല്ലോ നിങ്ങളോട്, അത്രയധികം ആയിരക്കണക്കിന് ആൾ വരുന്ന സ്ഥലമല്ലേ. അപ്പോൾ അത് മാറ്റരുത് എന്ന ഗവൺമെൻറ്റിൻ്റെ ആ നിലപാട് തന്നെ നിൽക്കണം, മാറ്റരുത് എന്ന് പറയാനാണ് ഞങ്ങൾ നിങ്ങളടുത്ത് വന്നത്. ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി എന്നുള്ള നിലക്ക് DMO കാണാൻ ഈ സംഗതികളൊന്നും പറയുന്നത്. അതാണ് ഈ സംഗതി. അതെന്തൊരു ഓൺലൈൻ മീറ്റിംഗ് മാറ്റിച്ചു എന്ന് പറഞ്ഞു, ശരിയാണ് അല്ലേ? ഇന്നലെ സാറ് പറയുമ്പോഴാണ് ഞാൻ ഈ ഒരു ഓർഡർ ഇറങ്ങിയെന്നുള്ള അറിയുന്നത്. എനിക്ക് ഇവിടെ ഒഫീഷ്യലായിട്ട് ഇതുവരെ ഒന്നും വന്നിട്ടില്ല. ഏത് ഓർഡർ? ഇപ്പൊ ഇങ്ങനെ മാറ്റും എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് വന്നു എന്ന് പറയുന്നത് വന്നത് ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ എന്റെ ഓഫീസിലേക്ക് അത് വന്നിട്ടില്ല, മെഡിക്കൽ കോളേജിലാണ്. അപ്പോഴാണ് ഞാൻ പ്രിൻസിപ്പലിനെ വിളിച്ച് ഇങ്ങനെ പറയുകയും ചെയ്തു. അപ്പോൾ അതല്ലാതെ എനിക്ക് ഒഫീഷ്യലായിട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ ഇന്നൊരു മീറ്റിംഗ് ഉണ്ടെന്നുള്ളത് പറഞ്ഞു, അതിൽ നമ്മുടെ അഭിപ്രായങ്ങൾ പറയണം എന്നുള്ള രീതിയിലാണ് അവിടെ നിന്ന് ഞാൻ പ്രിൻസിപ്പളായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതല്ലാതെ ഇതിനെ കൂടുതലൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചർച്ചയിൽ പറയുമ്പോഴത്തേക്ക് നമ്മൾക്ക് പറയേണ്ട ഒരു കാര്യം, ഈ പറയുന്ന പോലെ മെഡിക്കൽ കോളേജാണോ അവിടെ വേണ്ടത്, ഹോസ്പിറ്റലാണോ എന്നുള്ളതിനെ പറ്റിയുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതൊക്കെ ജനപ്രതിനിധികളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അല്ലാതെ നമ്മളുടെ ഇതിൽ നിന്ന് നമ്മൾക്ക് ഇതിൽ വേണ്ടതിനെ പറ്റി എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയേ പറയാനേ കഴിയുള്ളൂ. മെഡിക്കൽ കോളേജ് വർക്ക് ചെയ്യുന്നത് ജില്ലാ ആശുപത്രിയിലെ സ്റ്റാഫിനെ വെച്ചിട്ടാണ്. അപ്പോൾ അത് മാറ്റിക്കൊണ്ട് പോയാൽ നമുക്ക് മെഡിക്കൽ കോളേജ് നടക്കില്ല. ഇതാണ് നമുക്കറിയാവുന്ന നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ്റെ ആ ഒരു ഇതിലേക്ക് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. ഏതായാലും ഇതിൻ്റെ ചർച്ചകൾ എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല സാർ. അത് തുടങ്ങുമ്പോഴത്തേക്ക് അതിനനുസരിച്ചുള്ളത് പറയാം. മാറ്റിവെച്ചു അതായത് മെഡിക്കൽ കോളേജ് തന്നെ പ്രവർത്തിക്കുന്നത് ജനറൽ ആശുപത്രി ഉണ്ടാകുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ നിയമസഭക്കകത്തും പുറത്തും ഇപ്പം മാഡം തന്നെ എത്ര പ്രാവശ്യം ജില്ലാ വികസന സമിതിയിൽ ഈ കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ജില്ലാ വികസന സമിതിയിൽ വളരെ ബേണിംഗ് ഇഷ്യൂ ആയിട്ട് ഈ കാര്യങ്ങൾ നമ്മൾ ഉന്നയിച്ചിട്ടുണ്ടല്ലോ. പിന്നെ അവിടെ ഇനി സമരമുഖത്ത് ഇറങ്ങാൻ ഇനി ആരാ ബാക്കിയുള്ളത്? ജനം മുഴുവൻ ഇതിനെതിരാണ്. അവിടുത്തെ ജനറൽ ആശുപത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വികാരമാണത്. അപ്പം ഞാനും പറഞ്ഞത് എന്ത് ഓൺലൈൻ മീറ്റിംഗ് ആണെങ്കിലും ഇവിടുത്തെ വിഷയങ്ങൾ റെപ്രസെൻ്റ് ഇപ്പോൾ ഉദ്യോഗസ്ഥ ലെവലിൽ ചർച്ചകൾ നടക്കുമ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളാണ് പറയേണ്ടത്. വിഷയങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞാൽ മതി. നിങ്ങൾ ഉദ്യോഗസ്ഥ ലെവലിൽ വിളിക്കുന്ന മീറ്റിങ്ങുകൾ ഞങ്ങൾ വിളിച്ചിട്ടില്ല. അതിന് കുഴപ്പമില്ല, അവർക്ക് അധികാരം ഉണ്ടല്ലോ, അത് ചെയ്തോട്ടെ. ഇപ്പോൾ ജില്ലയുടെ മന്ത്രിയാണ് അബ്ദുറഹ്മാൻ മിനിസ്റ്റർ, നമ്മുടെ മലപ്പുറം ജില്ലയുടെ മന്ത്രിയാണ്. അദ്ദേഹത്തിന് താനൂർ വേണമെങ്കിൽ ഏത് നിലക്കുള്ള ആശുപത്രി ഉണ്ടായിക്കോട്ടെ, നമുക്ക് കുഴപ്പമില്ല. പക്ഷെ അത് മഞ്ചേരിയിൽ നിന്ന് ഇവിടുത്തെ ഈ ജനറൽ ആശുപത്രി മാറ്റിയും കൊണ്ട് അവിടെ താനൂർ സ്ഥാപിക്കാൻ അത് നടക്കാൻ പോകാത്ത കാര്യമാണ്. എന്ത് വില കൊടുത്തും അതിനെ എതിർക്കും. അപ്പോൾ അത് ഒന്നുകൂടി ഈ വാർത്തകൾ പുറത്ത് വന്നപ്പോൾ ഇങ്ങനെ മീറ്റിംഗ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ മഞ്ചേരി മുനിസിപ്പൽ കൗൺസിലർമാരും UDFൻ്റെ നേതാക്കന്മാരും ഞങ്ങൾ ജനപ്രതിനിധികളാണ് വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല. ഇതിൻ്റെ ഒരു ഗൗരവം നിങ്ങൾ ഡിസ്കഷനിൽ DMO എന്ന് പറഞ്ഞാൽ നിങ്ങളത് ഇത് അതോറിറ്റി ഇവിടുത്തെ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറാണ്, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ ഈ ഒരു ഞങ്ങളുടെ ഒരു വികാരം, അവിടുത്തെ ജനങ്ങളുടെ ഒരു വികാരം, അതൊരു ഒരു ജില്ലയിലെ മാത്രമല്ല തൊട്ടടുത്ത ജില്ലകളിൽ നിന്ന് വരെ ജനറൽ ആശുപത്രിക്ക് ആൾക്കാർ വരികയാണ്. എന്തെല്ലാം സമരങ്ങൾ അവിടെ നടത്തി. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പിന്നെ വികാരം നിങ്ങളെ ഉദ്യോഗസ്ഥ ലെവലിൽ മീറ്റിംഗ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ പറയണം. മന്ത്രിയും മറ്റ് ഗവൺമെൻറ്റിനെയും ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ കഴിഞ്ഞ നിയമസഭാ സമയത്ത് മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ ജില്ലയിലെ മുഴുവൻ UDF MLA ഒപ്പിട്ട് നിവേദനം കൊടുത്തിട്ടുണ്ട്. ഈ ജില്ലയിലെ മുഴുവൻ MLA ഐക്യജനാധിപത്യ മുന്നണിയിലെ മുഴുവൻ MLA ഞങ്ങൾ ഇവിടെ മുഖ്യമന്ത്രി പോയി കണ്ടിട്ടുണ്ട് ഈ വിഷയത്തിന്. അപ്പോൾ അന്നൊന്നും ഈ കാര്യത്തെ സംബന്ധിച്ചിട്ട് മറിച്ചുറയപ്പോൾ ഇപ്പോൾ രണ്ടാമത് അവിടെ ഞങ്ങൾ കേട്ടൊരു കാര്യം എന്താ വെച്ചാൽ അവിടെ ജനറൽ ആശുപത്രിയിലെ ജീവനക്കാരൊക്കെ വെറുതെ ഇരിക്കുകയാണ്, അവർക്ക് യാതൊരു പണിയില്ല. അതുകൊണ്ട് എന്തിനാണ് അവിടെ ഇങ്ങനത്തെ ഒരു ജനറൽ ആശുപത്രി എന്നുള്ള തരത്തിൽ ഈ കൊടുത്ത കത്തിൽ വരെ അത് പരാമർശിച്ചിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഇത് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇത് അവിടെ വന്നപ്പോൾ ഒരു ആ കത്തിൽ ആ പരാമർശം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാര്യങ്ങൾ അറിയാതെ സംസാരിക്കല്ലേ. അവിടെ നടക്കുന്ന കാര്യങ്ങൾ DMOന് അറിയാലോ, സൂപ്രണ്ടിന് അറിയാലോ, അവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും അറിയാലോ നിങ്ങളെ. അപ്പോൾ ഞാൻ പറഞ്ഞത് വസ്തുതക്ക് നിരക്കാത്ത കാര്യങ്ങളും അസത്യമായ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥ ലോബി അല്ലെങ്കിൽ DHSനെ മിനിസ്റ്ററെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈ തരത്തിലുള്ള ഒരു നീക്കവുമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അതിന് കനത്ത വില കൊടുക്കേണ്ടി വരും. ശക്തമായുള്ള പ്രക്ഷോഭമായി ഞങ്ങൾ മുന്നോട്ട് പോകും. സമ്മതിക്കൂല, ഒരു കാരണവശാലും സമ്മതിക്കൂല. ഞങ്ങൾ കഴിഞ്ഞ മാസം ഞാൻ മഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റാണ്. കഴിഞ്ഞ മാസം ഞങ്ങൾ ഇതേ ആവശ്യം എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ തിരുവനന്തപുരത്ത് പോയിട്ട് സമരം ചെയ്തു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള MLA-മാർ അതിൽ പങ്കെടുത്തു. അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. മന്ത്രിയെ ഞങ്ങൾ നേരിട്ട് കണ്ട് സംസാരിച്ചു. ഞങ്ങൾക്കിപ്പോൾ മന്ത്രി 2 മണിക്കൂർ സമയം അനുവദിച്ചില്ല. അതായത് തിരക്കാന്നും പറഞ്ഞിട്ട് അത് പോട്ടെ, ആ തിരക്കം ആയിരിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ മന്ത്രിയെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിയത്. കണ്ടപ്പോൾ ഞങ്ങളടുത്ത് പറഞ്ഞത് ഒരു കാരണവശാലും ഒരാശങ്കയും വേണ്ട, ജനറൽ ആശുപത്രി നിലനിർത്തിക്കൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിൽ വേണ്ട സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന ഞങ്ങൾക്ക് വാക്ക് തന്നതാണ്. ആ വാക്ക് തന്ന MLA-ക്ക് വാക്ക് കൊടുക്കുക, MLA-മാർക്ക് മുഴുവൻ വാക്ക് കൊടുക്കുക, ഈ ജനപ്രതിനിധികൾക്ക് വാക്ക് കൊടുക്കുക, രാഷ്ട്രീയ പാർട്ടികൾക്ക് വാക്ക് കൊടുക്കുക, എന്നിട്ട് ആരും അറിയാതെ ഈ രീതിയിൽ ഓർഡർ ഇറക്കാൻ അനുവദിക്കാൻ പറ്റില്ല മാഡം. തടയുക തന്നെ ചെയ്യും, എല്ലാ ശക്തി ഉപയോഗിക്കും. ഞങ്ങൾക്ക് UDF സംവിധാനം മാത്രമല്ല, ഞങ്ങൾ UDF സംവിധാനത്തിലുള്ള ആളുകളെ വന്നപ്പോൾ ജനപ്രതിനിധികൾ മുഴുവൻ UDF സംവിധാനത്തിൽ ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ, കൗൺസിലർമാർ, UDF ചെയർമാൻ എല്ലാവരും ഉണ്ട് ഇതിനകത്ത്. അപ്പം ഞങ്ങൾ UDF-ന്റെ ഭാഗമായിട്ട് വന്നതാണ്. ഞങ്ങൾ UDF-ന്റെ ഭാഗമായിട്ട് വന്നു കഴിഞ്ഞാൽ UDF മാത്രമാണ് വിചാരിക്കേണ്ട. മഞ്ചേരിയിലെ മുഴുവൻ സാമാന്യ ജനങ്ങളെ ഒന്നിച്ച് ചേർത്ത് അതിശക്തമായി ഞങ്ങൾ പോരാടും. ഒരു തർക്ക കാര്യത്തിൽ നല്ല പോരാട്ടമായിരിക്കും. ഒരു കാരണവശാലും അനുവദിക്കൂല. അതിനെ ഇത് ബന്ധപ്പെട്ടാണ് ശ്രദ്ധപ്പെടുത്തുക. ഒരു സംശയം ചോദിക്കുകയാണ്. മഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് ഇത് കൊടുത്തപ്പോൾ നഗരസഭ ഇത് ഏറ്റെടുത്തില്ല, അതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നത് എന്നുള്ളൊരു വാർത്ത ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. മഞ്ചേരി നഗരസഭക്കാരനെ വിട്ടിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾ DMO മുഖേനയും അതുപോലെ തന്നെ മന്ത്രിനോടൊക്കെ നേരിട്ട് ചോദിച്ചതാണ്. പക്ഷേ നഗരസഭക്ക് ഇങ്ങനെ തന്നിട്ടില്ല എന്നാണ് സൂപ്രണ്ട് അടക്കമുള്ളവർ നമ്മളോട് പറഞ്ഞത്. പക്ഷേ ഈ തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുക, നഗരസഭ എന്തും ചെയ്യാൻ തയ്യാറാണ്, നഗരസഭ ഏറ്റെടുക്കാനും തയ്യാറാണ്. മറ്റ് നഗരസഭകൾക്കൊക്കെ അങ്ങനെ ഏറ്റെടുക്കാൻ അധികാരം ഉണ്ടെങ്കിൽ മഞ്ചേരി നഗരസഭയുടെ പ്രത്യേകതയല്ലേ, നമ്മളും ഏറ്റെടുക്കും അങ്ങനെ ഉണ്ടെങ്കിൽ. പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു ഔദ്യോഗികമായിട്ട് നമുക്ക് ഒരു ലെറ്ററോ DMOൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മന്ത്രിയോ വല്ലതൊന്നും നമുക്ക് അതിന് നിർദ്ദേശം വന്നിട്ടില്ല. നഗരസഭയെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പല പ്രാവശ്യം കൗൺസിൽ കൂടി നമ്മൾ തീരുമാനം കൊടുത്തതുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നഗരസഭയ്ക്ക് വിട്ടുകിട്ടിയ സ്ഥാപനങ്ങൾ ഇപ്പോൾ 2 പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും അത് വെൽനസ് സെൻ്ററുകളൊക്കെ നല്ല രീതിയിൽ ഞങ്ങൾ ഒരു പ്രയാസമില്ല, നല്ല രീതിയിൽ ഞങ്ങൾ കൊണ്ടുനടക്കുന്നുണ്ട്. ഇതിലൊന്നും യാതൊരു മാറ്റമില്ല. പക്ഷേ ഇത് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ സ്ത്രീകളും കുട്ടികളും ചെറിയ കുട്ടികളടക്കം അതിന് മുന്നിൽ വന്ന് സമരം ചെയ്യാൻ തയ്യാറാണ്. ഒരു രീതിയിലും നമ്മൾ മറ്റു രീതിയിലുള്ള പരാമർശങ്ങളൊന്നും പാടില്ല. വളരെ മാന്യമായി നമ്മൾ ഞങ്ങൾ അനുസരിക്കുകയാണ്. UDF മുനിസിപ്പൽ കൺവീനറാണ്. 21-ാം തീയതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിലേക്ക് പൊതുജനം മാർച്ച് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ രീതിയിലാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത്. അടുത്ത ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇവിടെ പോകില്ല എന്നുള്ളത് മാഡത്തിന് മുമ്പ് ഞങ്ങൾ പറയാം. ഇത് ഞങ്ങളെ ഒരു ജീവൻ മരണ പോരാട്ടമാണ്. അതേപോലെ ഒരു ജനറൽ ആശുപത്രി താനൂർക്ക് ഈ മന്ത്രിമാർക്ക് ഈ ബന്ധപ്പെട്ട ആളുകൾക്ക് ഒരു ജനറൽ ആശുപത്രി ഉണ്ടാക്കാൻ പ്രയാസം. കൊടുത്തോട്ടെ അല്ലേ, കൊടുക്കുക.